ബാക്കി ഓർമ്മ നമ്മളിവിടെ വന്ന് നോക്കുന്നതിന് ഓരോ വണ്ടി പ്രാന്തരും വണ്ടി നോക്കുമ്പോ ബസ് നോക്കുമ്പോ എന്താ അവസ്ഥ? ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല, ബാക്കിയുള്ള എല്ലാ ബസ്സുകാർക്കുള്ള പ്രശ്നമാണ്. നമ്മ ഇത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ഇവരടിച്ചു തരുന്നത് വാങ്ങിയിട്ട് പോവാം. അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇവർക്ക് 1000 വണ്ടി ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു വണ്ടി നമുക്കൊരു വണ്ടി എടുക്കുന്ന വിഷമം നമുക്കറിയാം. ഡെലിവറിക്ക് കിടന്ന വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാണ്. നമ്മുടെ കാര്യം പിടിക്ക്. GM വരട്ടെ. GM വന്നിട്ട് നമുക്ക് ഇതിനൊക്കെ സംസാരിക്കാം. GM-നെ വിളിക്കും. വണ്ടി ഉള്ളാക്കൂല. ഇന്ന് ഡെലിവറി പറഞ്ഞ വണ്ടിയാ. വണ്ടി കാര്യങ്ങൾ സംസാരിച്ചിട്ട് മാത്രം കീ കൊടുക്കാനെന്ന് നമ്മളെ വണ്ടി. നമ്മളിങ്ങക്ക് ബിൽഡ് ചെയ്യാൻ തന്ന വണ്ടി. ബോഡി കെട്ടാൻ തന്ന വണ്ടി. ഒരാളെ വരുത്തിക്ക്. നമ്മൾ സംസാരിക്കേണ്ട ആളെ വരുത്തിക്ക്. നമ്മൾ 19.5 ലക്ഷം റുപ്യ എണ്ണി കൊടുത്തിട്ടാണ് സംഭവം ചെയ്യുന്നത്. എന്ത് ശരിയാവും? ഡെലിവറി 1 മണിക്കൂർ കൊണ്ട് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാണ് ഇപ്പൊ ഈ പെയിന്റ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫിനിഷിംഗ് ഇന്ന് തരാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ കാണിച്ചല്ലോ. 4.5 മാസമായി, 3 മാസം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം സഹിക്കണമെന്നാ? നിങ്ങൾ തരുന്നത് വാങ്ങിട്ട് പോണെന്നാ? ഇത് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞു. നിങ്ങൾ പെയിന്റ് കിടക്കുന്ന കടുപ്പാണ്. എല്ലാം റെഡിയായി. ഇന്ന് ഡെലിവറി എന്ന് പറഞ്ഞ സാധനം ഇത് പെയിന്റ് തന്നെയാ, സ്റ്റിക്കറല്ലേ? പെയിന്റിന്റെ അവസ്ഥ എല്ലാവരും ಎಲ್ಲ ಚೆಕ್ ಹಾಕೋ ಶಿವೆ ಎಲ್ಲ ಇರ್ಬಾರ್ದಲ್ಲ വണ്ടി എടുക്കുന്നില്ല. നമ്മ ബാക്കിൽ ஒரு வண்டி 20-30 ஆள் നിങ്ങളെന്താ റിപ്ലൈ